കേൾക്കുന്നു. ഏത് ഹൃദയം കൊണ്ടാ, ഏത് കാതുകൊണ്ടാ കേട്ടത്? അവരുടെ ഹൃദയം ശാന്തമായിരുന്നു. ശാന്തമായപ്പോ ഉറുമ്പിന്റെ കരച്ചിൽ മാത്രമല്ല, ഉറുമ്പിന്റെ സംസാരത്തിന്റെ അർത്ഥം വരെ സുലൈമാനിന്റെ കാതിലേക്ക് ഒഴുകിയെത്തുന്നു. അതിനാണ് സൂഫിസം എന്ന് പറയുന്നത്. അതെല്ലാവർക്കും സാധിക്കും, മനസ്സൊന്ന് ശാന്തമായാൽ മതി. അല്ലാഹു ശാന്തമായാൽ മാത്രമേ യാ അയ്യുഹൻ നഫ്സുൽ മുത്മഇന്നത്തി ഇർജിഇ ഇലാ റബ്ബികി റാദിയത്തൻ മർദിയ എന്ന് പറയാൻ പറ്റും. ഞാനതൊന്നും ഗഹനമായി സംസാരിക്കാൻ ആഗ്രഹം, പാട്ടുകാരനാണ്, നമുക്ക് പാടാം. ഒരു കുഞ്ഞുറുമ്പിനെ കുറിച്ച് ഈ ബാക്കി അർത്ഥം പറയേണ്ടതില്ല. ഒരു അർദ്ധരാത്രി കറുത്ത പാറയിലൂടെ ഒരു കറുത്ത കട്ടുറുമ്പ് ഒരു വെളുത്ത നെന്മണി പേറിക്കൊണ്ട് പോകുമ്പോ ഒരാളിങ്ങനെ നോക്കുമ്പോ നെന്മണി ഒറ്റയ്ക്ക് ഇങ്ങനെ നടന്നു പോകുന്നത് കാണാം, അല്ലേ? ഉറുമ്പിനെ കാണോ? ഇതുപോലെയാണ് മനുഷ്യർ പുറത്തുള്ള എല്ലാ ചലനങ്ങളും കണ്ടിട്ടും ആ ചലനങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിക്കുന്ന പ്രപഞ്ചശക്തിയാകുന്ന അള്ളാഹുവിനെ കാണുന്നില്ലേ എന്ന് ചോദിക്കുന്ന 4 വരി. മഞ്ഞു പെയ്യും രാവിൽ കുഞ്ഞുറുമ്പിൻ കൂട്ടം. ഇറങ്ങാൻ പോണ പാട്ട് ഞാൻ അടുത്ത് പാടി വെച്ചിട്ടുള്ളൂ. സരസിൽ ആദ്യമായിട്ടാണ് പാടുന്നത്. അപ്പൊ അതുകൊണ്ട് ഇത് സരസിൽ പാടിയെന്ന് കരുതി അത് ഇറങ്ങുമ്പോ കേൾക്കാതിരിക്കണ്ട. മഞ്ഞു പെയ്യും രാവിൽ കുഞ്ഞുറുമ്പിൻ കൂട്ടം. മഞ്ഞു പെയ്യും രാവിൽ അല്ല, മഞ്ഞു പെയ്യും രാവിൽ കുഞ്ഞുറുമ്പിൻ കൂട്ടം. മഞ്ഞു പെയ്യും രാവിൽ കുഞ്ഞുറുമ്പിൻ കൂട്ടം. കാഫിലക്കൂട്ടം പോലെ നന്മണി പേറി നടക്കുന്നേ, പേറി നടക്കുന്നേ. മഞ്ഞു പെയ്യും രാവിൽ കുഞ്ഞുറുമ്പിൻ കൂട്ടം. മഞ്ഞു പെയ്യും രാവിൽ കുഞ്ഞുറുമ്പിൻ കൂട്ടം. കാഫിലക്കൂട്ടം പോലെ നന്മണി പേറി നടക്കുന്നേ, പേറി നടക്കുന്നേ. പൊരുളറിയാതെ നോക്കുന്ന നേരം, പൊരുളറിയാതെ നോക്കുന്ന നേരം നെന്മണി താനെ ചലിക്കുക മാത്രം ഉറുമ്പിനെ കണ്ടില്ല. നെന്മണി താനെ ചലിക്കുക മാത്രം ഉറുമ്പിനെ കണ്ടില്ല, സാക്ഷാൽ നാഥനെ കണ്ടില്ല. മഞ്ഞു പെയ്യും രാവിൽ കുഞ്ഞുറുമ്പിൻ കൂട്ടം. മഞ്ഞു പെയ്യും രാവിൽ കുഞ്ഞുറുമ്പിൻ കൂട്ടം. പട്ടങ്ങളോട് വരുന്നു ചൊല്ലി, പട്ടങ്ങളോട് വരുന്നു ചൊല്ലി നിന്റെ കെട്ടഴിക്കും അതിലുണ്ട് ഭംഗി. പട്ടങ്ങള്, പട്ടം എന്നല്ല ഇവിടെ പറയാം, പട്ടം കൈറ്റ് അല്ലേ, ഇവിടെ അങ്ങനെ തന്നെ പറയാം. പട്ടങ്ങൾ ഇങ്ങനെ അന്തരീക്ഷത്തിൽ ചിറകടിച്ച് പറക്കുമ്പോ അതിനെ നിയന്ത്രിക്കാൻ ഒരാൾ താഴെ ഉണ്ടാകും. പരുന്ത് എന്ന് പറഞ്ഞാൽ ഇവിടെ അഹങ്കാരത്തിന്റെ ലക്ഷണമാണ്. അഹങ്കാരം പട്ടത്തിനോട് പറഞ്ഞു, എന്തിനാണ് എന്നെ പോലെ നിനക്ക് ഇങ്ങനെ ചിറകടിച്ചു പറക്കാം? ആ താഴെ നിൽക്കുന്ന കഴിവേറിയോട് അയാളോടുള്ള ബന്ധം വിച്ഛേദിച്ചേക്ക്. അയാൾ ഒരു വെറും നിന്നെ അടിമയാക്കുന്ന, അസ്വതന്ത്രനാക്കുന്ന ഒരു ആളാണ്. അതുകൊണ്ട് ആ നൂലരിഞ്ഞേക്ക് എന്ന് പട്ടത്തിനോട് പറഞ്ഞു. പട്ടം ആലോചിച്ച് നോക്കുമ്പോൾ ശരി തന്നെയാണ്. എന്തിനാണ് ഇവിടെ വെറുതെ ഒരാൾ, ഞാൻ എൻ്റെ ചിറക് കൊണ്ട് വാറുന്നു, എൻ്റെ വാല് കൊണ്ട് വാറുന്നു എന്ന് ആര് കരുതി? പട്ടം കരുതി. ഏഷണി കൂട്ടിക്കൊടുക്കാൻ ഒരു പരുന്തച്ഛൻ. പരുന്തച്ഛൻ എന്ന് ഇവിടെ നമ്മൾ പ്രയോഗിക്കുന്നത് ഏഷണിക്കാരെ പല സൈസിലുണ്ട്. ഞാനിവിടെ ലളിതമായിട്ട് അഹങ്കാരം എന്ന് പറഞ്ഞ് തടി തപ്പുകയാണ്. പല ഏഷണിക്കാരും ഉണ്ട്. പട്ടങ്ങളോട് വരുന്നു ചൊല്ലി നിന്റെ കെട്ടഴിക്കൂ അതിലുണ്ട് ഭംഗി. പട്ടങ്ങളോട് വരുന്നു ചൊല്ലി, കോറസ് പാടാനില്ലാത്തതുകൊണ്ട് ഞാൻ തന്നെ പാടാം. പട്ടങ്ങളോട് വരുന്നു ചൊല്ലി നിന്റെ കെട്ടഴിക്കൂ അതിലുണ്ട് ഭംഗി. കൽപ്പന കേട്ടത് നൂലരിഞ്ഞു, കൽപ്പന കേട്ടത് നൂലരിഞ്ഞു. താഴെ കൽപ്പടവിൽ പിന്നെ വീണുടഞ്ഞു. മഞ്ഞു പെയ്യും രാവിൽ കുഞ്ഞുറുമ്പിൻ കൂട്ടം. മഞ്ഞു പെയ്യും രാവിൽ കുഞ്ഞുറുമ്പിൻ കൂട്ടം. കാഫിലക്കൂട്ടം പോലെ നന്മണി പേറി നടക്കുന്നേ, പേറി നടക്കുന്നേ. പൊരുളറിയാതെ
പൊരുളറിയാതെ നോക്കുന്ന നേരം, പൊരുളറിയാതെ നോക്കുന്ന നേരം, കൺമണി താനെ ചലിക്കുക മാത്രം, ഉറുമ്പിനെ കണ്ടില്ല, സാക്ഷാൽ നാഥനെ കണ്ടില്ല. ഒരു അനുഭവം കൂടെ പാടാം. പോറ്റും ഇടയനെ കൈയൊഴിഞ്ഞു, ആട്ടിൻ പറ്റങ്ങളിൽ ചിലർ കാടണഞ്ഞു. നമുക്കെല്ലാവർക്കും നമ്മളെ പോറ്റാൻ ഒരു ഇടയൻ ഉണ്ടാകും അല്ലേ? അത് ലാഹിരിയായിട്ടും വേണം, ബാത്തുനിയായിട്ടും വേണം, എല്ലാ നിലക്കും വേണം. നമ്മൾ കുറച്ച് വളർന്നു വരുന്നതായാൽ, നമുക്ക് പറക്കമുറ്റാനായാൽ, നടക്കാൻ കാലുകൾ മുളച്ചാൽ, നമ്മുടെ കാലുകൾക്ക് ബലം വന്നു നമുക്ക് തെറ്റിദ്ധാരണ വന്നാൽ നമ്മൾ വിചാരിക്കും പോറ്റുന്ന ആളൊന്നും വേണ്ട. അങ്ങനെ നമ്മൾ കൂട്ടം തെറ്റിയിട്ട് പല ഭാഗത്തേക്കും പോകാറാണ് പതിവ്. പക്ഷെ കവി ഇവിടെ പറയുന്നത്, പോറ്റും ഇടയനെ കൈയൊഴിഞ്ഞു, പോറ്റും ഇടയനെ കൈയൊഴിഞ്ഞു, ആട്ടിൻ പറ്റങ്ങളിൽ ചിലർ കാടണഞ്ഞു, കൂട്ടം വീടാത്തവർ കൂടണഞ്ഞു, കൂട്ടം വീടാത്തവർ കൂടണഞ്ഞു, കൂടുവിട്ടവരെ പുലി കൊന്നെറിഞ്ഞു. മഞ്ഞു പെയ്യും രാവിൽ ഉറുമ്പിൻ കൂട്ടം. കാരണം അപകടങ്ങൾ പല ഭാഗത്തും പതിയിരിക്കുന്നത് നമ്മൾ കാണാത്ത, അത് ഇടയൻക്കറിയാം, പോറ്റുന്നവൻക്കറിയാം. കാട്ടിൽ പുലിയുണ്ട്, സിംഹമുണ്ട്, കരടിയുണ്ട്, പല പല ജന്തുക്കളുമുണ്ട് എന്നല്ലേ. അതൊന്നും ആടിനറിഞ്ഞോളുന്നില്ല, ആട് കൂട്ടം തെറ്റിപ്പോകും. അതുകൊണ്ട് കൂട്ടം വിടാതെ ഐക്യത്തോടെ ഇരിക്കുക. കൂട്ടം വീടാത്തവർ കൂടണഞ്ഞു, അവർക്കേ കൂടണയാൻ പറ്റുള്ളൂ. കൂട്ടം വീടാത്തവർ കൂടണഞ്ഞു, കൂട്ടം വീടാത്തവർ കൂടണഞ്ഞു, കൂടുവിട്ടവരെ പുലി കൊന്നെറിഞ്ഞു. മഞ്ഞു പെയ്യും രാവിൽ കുഞ്ഞുറുമ്പിൻ കൂട്ടം, മഞ്ഞു പെയ്യും രാവിൽ കുഞ്ഞുറുമ്പിൻ കൂട്ടം, കാഫിരക്കൂട്ടം പോലെ നന്മണി വേറി നടക്കുന്നേ, വേറി നടക്കുന്നേ. പൊരുളറിയാതെ നോക്കുന്ന നേരം, പൊരുളറിയാതെ നോക്കുന്ന നേരം, തെന്മണി താനെ ചലിക്കുക മാത്രം, ഉറുമ്പിനെ കണ്ടില്ല, സാക്ഷാൽ നാഥനെ കണ്ടില്ല. ഞാൻ അവസാനിപ്പിക്കുകയാണ്. അധിക സമയം പക്കമേളങ്ങളില്ലാതെ പോലെ അവസാനിപ്പിക്കാൻ പോകുമ്പോഴേക്ക് മൂപ്പര് പോയി. ഇല്ല, ഞാൻ നിർത്തുകയാണ്. നമ്മളെ മുട്ടുന്ന ഫർസിൻ മോന് വരെ എൻ്റെ പാട്ടും അടുത്തു തുടങ്ങി. ഇതിങ്ങനെ നിർത്തി കിട്ടിയാൽ മതി. ഇയാളിങ്ങനെ ഓരോന്നും പറഞ്ഞ് ഒന്നുമ കൂടെ കയറി ഞാണിമേൽ കളി പോലെ അങ്ങോട്ട് പോകുമെന്നുള്ള പേടിയാണ്. അപ്പോൾ ഞാൻ നിർത്തുകയാണ്. സൂഫിസത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞില്ല, സൂഫി ഗാനം സൂഫിസത്തിൻ്റെ ആകത്തുകയൊന്നുമല്ല. സൂഫിസം ഒരു കടലാണെങ്കിൽ ആ കടലിൻ്റെ മീതെ വീശുന്ന ഒരു കുളിർത്തന്നലാണ് സൂഫി ഗാനം. ഈ കുളിർത്തന്നൽ ആസ്വദിക്കാൻ വേണ്ടി കരയിലിരിക്കുക, കടൽക്കരയിൽ ഇരുന്നു കൊണ്ട് മെല്ലെ മെല്ലെ കടലിനെ കുറിച്ച് ചോദിച്ചറിയുക, കേട്ടറിയുക. അത് നല്ല സുഖമുള്ള ഏർപ്പാടാണ്. പക്ഷെ കടലിലേക്ക് ഇറങ്ങി അതിനെക്കുറിച്ച് പഠിക്കൽ അത്ര ബുദ്ധിമുട്ടുള്ള, അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. അതിന് തയ്യാറെടുക്കലാണ് സൂഫി ഗാനങ്ങളോടുള്ള ഇഷ്ടം. ഈ സൂഫി ഗാനം ഇഷ്ടം വെച്ചിട്ട് ഇവിടെ എന്നെ ഈ സെഷൻ അനുവദിച്ച ബഹുമാനപ്പെട്ട ഇതിൻ്റെ കമ്മിറ്റിക്കാർക്ക് ഞാൻ ഒരു 4 വരി ഇറങ്ങാൻ പോകുന്ന ഒരു പാട്ടിൻ്റെ 4 വരിയും കൂടെ, ഇതൊക്കെ പാടി ആൾ പാടി ഇടങ്ങറാക്കണേ, 4 വരിയെ പാടുന്നുള്ളൂ. അത് താളൊന്നും വേണ്ട, ഈ കേട്ടിരുന്നാൽ മതി. അത് കേട്ട് ഞാൻ പാടുന്ന എന്തിനാ ചോദിച്ചാലേ, നിങ്ങളുടെ പ്രതികരണം അറിഞ്ഞിട്ട് വേണം അത് ഇറക്കണോ വേണ്ട തീരുമാനിക്കാൻ. മാത്രമല്ല, ഞാനിന്ന് ജലദോഷവും പനിയുടെ ഒരംശവും ഒക്കെ എൻ്റെ ശരീരത്തിലുണ്ട്. അതുകൊണ്ട് ആ 4 വരി പാടിയിട്ട് നിർത്താം. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. പാടിക്കോട്ടെ, 4 വരി മാത്രമേ ഉള്ളൂ, പേടിക്കാനില്ല. പേടിപ്പിക്കുന്ന പാട്ടുമല്ല, അർത്ഥമൊന്നും ഞാൻ പറയുന്നില്ല. സാക്ഷാൽ ഖബറെന്തെന്നറിയാമോ മനുഷ്യ, നിനക്കതിൽ കിടക്കുവാനിനി വേണ്ട ഭീതി. മരിക്കുവാൻ എന്താണ് പേടി എന്നുള്ള എൻ്റെ പാട്ടിൻ്റെ 2ാം ഭാഗമായിട്ടാണ് ഇത് പാടപ്പെടുന്നത്. ഇത് ഞാൻ തന്നെ പാടിയുള്ളത്.
സാക്ഷാൽ ഖബറെന്തെന്നറിയാമോ മനുഷ്യ നിനക്കതിൽ കിടക്കുവാനിനി വേണ്ട ഭീതി. എനിക്ക് താളം ഞാൻ പാടിയ ഒരു ഇഷ്ടമുണ്ടാവില്ല, കറിയില്ലാണ്ട് ചോറുന്ന പോലെ ഇരിക്കും. ശരിക്കും ഇൻസ്ട്രുമെന്റ് അത് ഇവിടെ പറയാൻ പാടട്ടെ. പല ലക്ഷം തട്ടുള്ള കൊട്ടാരമാണതിൽ. ഖബറിനെ കുറിച്ചാ പറയണ്ട. നമ്മൾ വിചാരിക്കും ഖബർ ഒരു ഇടുങ്ങിയ സ്ഥലം, അതിലേക്ക് ഒരാളെ വെച്ച് മണ്ണിട്ട് മൂടിയൊക്കെ കഴിഞ്ഞു. എന്നാൽ അതിന് വിപരീതമായ സൂഫിയാക്കളുടെ ദർശനങ്ങളാണ് പറയുന്നത്. എൻ്റെ ഒന്നുമല്ല. പല ലക്ഷം തട്ടുള്ള കൊട്ടാരമാണതിൽ, പൊരുൾ കേട്ടാൽ നിനക്കാകും പൂതി. സാക്ഷാൽ ഖബറെന്തെന്നറിയാമോ മനുഷ്യ നിനക്കതിൽ കിടക്കുവാനിനി വേണ്ട ഭീതി. പല ലക്ഷം തട്ടുള്ള കൊട്ടാരമാണതിൽ, പൊരുൾ കേട്ടാൽ നിനക്കാകും പൂതി. അതിനൊരു വാതിൽ, അതിനൊരു വാതിൽ മാത്രം നീ മണ്ണിട്ടു മൂടിയാൽ ഇരുളാകുമെന്നുള്ളൊരാധി. അതിനൊരു വാതിൽ മാത്രം നീ മണ്ണിട്ടു മൂടിയാൽ ഇരുളാകുമെന്നുള്ളൊരാധി. എന്നാൽ അതു വേണ്ട, തുറന്നിട്ട സ്വർഗീയ